ഗുരുഭ്യോ നമഃ. നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1200 മേടം 1 വിഷുദിനം. കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണത്തോടൊപ്പം തന്നെ മലയാളികൾ വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന കാർഷിക ഉത്സവമാണ് വിഷു. വിഷുവത് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് വിഷു എന്ന പദം ഉണ്ടായിരിക്കുന്നത്. തുല്യമായത് എന്നാണ് ഇതിനർത്ഥം. അതായത് പകലും രാത്രിയും തുല്യമായി വരുന്ന ദിനം. കാലചക്രത്തിന്റെ പരിണാമത്താൽ ഈ ദിനത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇത് ജ്യോതിഷ വിദഗ്ധന്മാർ കണക്കുകൂട്ടി എഴുതപ്പെട്ടിട്ടുള്ളതുമാണ്. എന്നാൽ ഇന്നും നമ്മൾ മേടം 1 വിഷുദിനമായി ആഘോഷിച്ചു വരുന്നു. സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് മേഷ സംക്രാന്തി അഥവാ മേട സംക്രാന്തി എന്ന് പറയുന്നത്. സംക്രാന്തി എന്നാൽ സമ്യക് പരിവർത്തനം എന്നാണ് അർത്ഥം. ഇത് മേട വിഷുവായി നമ്മൾ ആഘോഷിക്കുന്നു. ഒരു സംവത്സരം അഥവാ വർഷത്തിൽ 2 അയനങ്ങളാണുള്ളത്, ഉത്തരായനവും ദക്ഷിണായനവും. മകരം മുതൽ മിഥുനം വരെയുള്ള 6 മാസങ്ങൾ ഉത്തരായന കാലമായും കർക്കിടകം മുതൽ ധനു വരെയുള്ള 6 മാസങ്ങൾ ദക്ഷിണായന കാലവുമായും കണക്കാക്കുന്നു. ഈ 2 അയനങ്ങളിലും 2 വിഷുവീതമുണ്ട്, മേടവിഷുവും തുലാം വിഷുവും. ഇതിൽ മേടവിഷുവാണ് നമ്മൾ പുതുവർഷമായി ആഘോഷിക്കുന്നത്. തികച്ചും ജ്യോതിഷപരമായ ഒരു ദിനമാണ് വിഷുവെങ്കിലും വിഷുവിനോടനുബന്ധിച്ച് 2 പ്രധാന ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. തിന്മയുടെ മേൽ നന്മ വിജയം കൈവരിച്ചതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. ആദ്യത്തേത് ശ്രീകൃഷ്ണൻ നരകാസുരൻ തുടങ്ങിയ അസുരന്മാരെ നിഗ്രഹിച്ച് ദുഷ്ടശക്തികൾക്ക് മേൽ വിജയം കൈവരിച്ചതിന്റെ പ്രതീകമായിട്ടാണ് ആഘോഷിക്കുന്നത്. രണ്ടാമത്തേത് രാവണ നിഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തന്റെ കൊട്ടാരത്തിൽ സൂര്യരശ്മികൾ പതിക്കുന്നത് രാവണൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അദ്ദേഹം സൂര്യനെ നേരെ ഉദിക്കുവാൻ അനുവദിച്ചിരുന്നില്ല. രാവണ നിഗ്രഹത്തിന് ശേഷം ജനങ്ങളുടെ ആഹ്ലാദാരവങ്ങളുടെ പ്രതീകമായും വിഷു ആഘോഷിക്കുന്നു. വിഷു എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് വിഷുക്കണിയും വിഷുക്കൈനീട്ടവും വിഷു സദ്യയുമാണ്. അലങ്കരിച്ച ശ്രീകൃഷ്ണ വിഗ്രഹത്തോടൊപ്പം തന്നെ ഓട്ടുരുളിയിൽ ധനധാന്യങ്ങൾ, ഫലവർഗ്ഗങ്ങൾ, കാർഷിക വിഭവങ്ങൾ, തേങ്ങ, കോടിമുണ്ട്, വെറ്റില, പാക്ക്, സ്വർണം ഇവയെല്ലാം കണി കണ്ട് സമൃദ്ധിയോടെ നിറവോടെ ഒരു പുതുവർഷം ആരംഭിക്കുകയാണ്. എത്ര മഹനീയമായ ആചാരമാണല്ലേ നിറവിന്റെ ദിനം. അതോടൊപ്പം നമ്മുടെ സന്തോഷം മറ്റുള്ളവരേക്ക് പങ്കുവെക്കുന്നതിന്റെ പ്രതീകമായുള്ള വിഷു കൈനീട്ടവും. വിഷു സദ്യ കൂടിയായാൽ ശരീരത്തിനും മനസ്സിനും പരമസൗഖ്യം. ഇങ്ങനെ ഒത്തുചേരലിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും മഹനീയമായ മുഹൂർത്തങ്ങൾ നൽകിക്കൊണ്ടാണ് ഓരോ വിഷുക്കാലവും നമ്മെ കടന്നു പോകുന്നത്. ഏവർക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ആരോഗ്യത്തിന്റെയും നല്ല നാളുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.